എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മിഡിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ 1/60 തുണിയുള്ളത്, വീതി 42 ഇഞ്ച്. അപ്പോൾ ഇതിങ്ങനെ രണ്ടായി മടക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഫോൾഡിങ്, ഇവിടെ ഓപ്പൺ സൈഡ്, ഇത് കരഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇതിൻ്റെ ലെങ്ത്ത് 21 ഇഞ്ചാണ്, അരവണ്ണ 26 ഇഞ്ച്, സീറ്റ് 30 ഇഞ്ച്. ഇനി 30-നെ 3.14 കൊണ്ട് ഹരിക്കണം. അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ 9.5 ഇഞ്ച് കിട്ടും. അത് ഈ കോർണറിൽ മാർക്ക് ചെയ്യുക. ഇവിടെ അതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം 9.5 ഇതേപോലെ റൗണ്ടിൽ മാർക്ക് ചെയ്യുക. ഇനി ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് 21 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഒരു അരഞ്ച് തയ്യെത്തുമ്പം ഇതിൽ തുണി കുറവാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 31 ഇഞ്ച്. ആ 31 ഇഞ്ച് ഇങ്ങനെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത് ക്യാമറയിൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ടൊരു ചിത്രം കാണിക്കാം. ഈ റെഡ് ഡോട്ട് കൂടെയാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇതൊന്ന് റൗണ്ടിൽ വരച്ചെടുക്കാം. ഇനി ഇവിടെ 9.5 ഇഞ്ചിന് മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. അതും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ടിത് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് തയ്യത്തുമ്പ് മാർക്ക് ചെയ്തതിൽ കൂടെയാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ ബോട്ടം കട്ട് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ബാൻഡ് കട്ട് ചെയ്യാം. അതിന് മുന്നേ ഇതൊന്ന് അളന്ന് നോക്കാം. ഇത് 15.5 ഇഞ്ച് വരുന്നുണ്ട്. ഇത് ഡബിൾ പീസാണ്. അപ്പോൾ ഈ 15.5-യും 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 16 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് എലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ വീതി 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത് 3.5 ഇഞ്ചായാലും മതി. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ബാൻഡ് 1/2 ഇഞ്ചിൽ ജോയിൻറ്റ് ചെയ്യുക. ഒരു തയ്യലും കൂടി ഇടാം. എന്നിട്ട് ഈ തയ്യത്തുമ്പ് 2 സൈഡിലേക്ക് ആക്കിയിട്ട് നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ഒരു സൈഡ് 1/2 ഇഞ്ചിൽ മടക്കി അടിക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് വെച്ച് നോക്കാം. ഇത് കറക്റ്റാണ്. ഇനി ഇതിൻ്റെ നല്ല വശവും കൂടെ ചേർത്തിട്ട് ഒരു 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. അതിനുശേഷം മുകളിൽ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ചേർത്തടിക്കാം. ഇതൊരു 1/2 ഇഞ്ച് വീതി മതി. സൈഡിൽ 2 തയ്യലിടാൻ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ അതേപോലെ തയ്യത്തുമ്പ് നിവർത്തി വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കുക. ഇനി ഇവിടെ വരുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടുക. ഒരു 2 ഇഞ്ച് വീതി ഇരുന്നോട്ടെ. അപ്പോൾ ഈ ഗ്യാപ്പ് എലാസ്റ്റിക് ഇട്ടതിന് ശേഷം ക്ലോസ് ചെയ്യാം. ഇനി ഇത് അടിമറിച്ചതിന് ശേഷം ബോട്ടം അടിക്കാം. ബോട്ടം ഒരു 1/4 ഇഞ്ച് വീതിയിലാണ് മടക്കി അടിക്കുന്നത്. ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ വയ്ക്കാം തുണിയുള്ളതിനനുസരിച്ച്. ഇനി ഇതിൽ എലാസ്റ്റിക് വയ്ക്കാം. ഇതിൻ്റെ അരവണ്ണ 26 ഇഞ്ചാണ്. അപ്പോൾ 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 23 ഇഞ്ച് വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ പിന്ന് വെച്ചിട്ട് എലാസ്റ്റിക് ഒരു സൈഡിൽ നിന്ന് ഇട്ടെടുക്കുക. അതിനുശേഷം ഈ 2 എൻഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കെട്ടിട്ടെടുക്കുക. ഇനി ഇതൊന്ന് ഒപ്പം വലിച്ചിട്ട് ഈ ഓപ്പൺ ചെയ്ത ഭാഗം ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ മിഡി തയ്ക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.